മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിവിധ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്, വേദപുസ്തകവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ കലാലയത്തിൽ വിദ്യാർത്ഥികൾ നമ്മോട് ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടത്, ദൈവവുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വിവിധ വിഷയങ്ങൾ. ഇന്ന് രാവിലെ നമ്മുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയവും കേൾക്കുകയായിരുന്നു. ഇന്ന് ചില രഹസ്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെഷന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ രഹസ്യങ്ങൾ പരസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ആ രഹസ്യങ്ങളൊക്കെ ഒന്ന് പരസ്യമായിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സെഷന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് എന്താണ്? 10 secrets behind secret sins. രഹസ്യ പാപങ്ങളുടെ പിന്നിലെ 10 രഹസ്യങ്ങൾ. ഓൾറെഡി രഹസ്യം ആണ്, പിന്നെ അതിനകത്ത് വരാൻ സാധ്യതയുള്ള 10 രഹസ്യങ്ങളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ എന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒരു രാജാവ് ഒരു പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ അത് ലോകത്തിലെ സകല മനുഷ്യരും അറിയുന്ന രീതിയിൽ ആ സംഭവം പുറത്തു വരുന്നു. ഒടുവിൽ അവസാനം അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക വർഷങ്ങൾ കഴിഞ്ഞ് ആ രാജ്യത്ത് നടന്ന ആ സംഭവം അതവിടെ മാത്രമല്ല, മറ്റനേക രാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹം ചെയ്ത പല നന്മകളും പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ വ്യക്തിയെക്കുറിച്ച് മിക്കവാറും ഈ വിഷയമായിരിക്കാം എന്ന് ന്യായമായിട്ട് ചിന്തിക്കുകയാണ്, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ മധ്യത്തിൽ. എന്താണ് വിഷയം? ആരാണ് കഥാപാത്രം? വെരി ഗുഡ്. നിങ്ങളപ്പോൾ വളരെ പെട്ടെന്ന് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു. ദാവീദ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ദാവീദ്. ദാവീദിന്റെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതൊരു കഥ പോലെ തന്നെ ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ യുവജനങ്ങളായ, യൗവനക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കാൻ സാധ്യതയുള്ളതും വളരെ ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ ചെന്ന് ചാടാവുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു പാപപ്രവൃത്തി ഇദ്ദേഹം തൻ്റെ അന്നത്തെ കഴിവ്, അന്നുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഇതെല്ലാം കൊണ്ട് മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് എത്രത്തോളം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അപകടത്തിലേക്ക് പോയി വീഴുന്ന രംഗമാണ് ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ദാവീദിന്റെ ഈ സംഭവം എഴുതിയിരിക്കുന്നത് 2 സാമുവേൽ ചാപ്റ്റർ 11 വേഴ്സ് 1 to 4. നമുക്ക് ആർക്കെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കാമോ? 2 ശമൂവേൽ 11-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. ഓക്കെ, തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട മാത്രയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. രാജാവായിരുന്ന ദാവീദ് ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശദീകരണവും അത് കാരണം ഉണ്ടാകുന്ന പരിണിത ഫലവും പിന്നാലെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചോണം, എന്നാൽ ഇങ്ങനെ ഒരു തെറ്റ് ഇദ്ദേഹം ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോയി ചാടുന്ന കുഴികൾ, അല്ലെങ്കിൽ നമ്മൾ പോയി ചാടുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് മുന്നമേ തന്നെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ ആത്മീകമായിട്ട് ശോഷിച്ച് അവസാനം പാപത്തിലോട്ട് പോയി ചാടും എന്നാരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അല്ല കാര്യം. ഈ പാപത്തിൽ ഇദ്ദേഹം വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പെട്ടെന്നൊന്ന് നമ്മൾ കടന്നു പോവുകയാണ്. വായിക്കാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ. 2 ശമൂവേൽ 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഇദ്ദേഹം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് വായിക്കാം. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ഇവർ രാജാവായിരുന്ന ഇദ്ദേഹത്തിന്റെ ആളുകളും ഒരുമിച്ച് മറ്റൊരു ദേശത്തേക്ക് പുറപ്പെടുന്നു. അവരെ ആക്രമിക്കുന്നു, വിജയിക്കുന്നു. വിജയം നേടി തിരിച്ചു വരുന്ന ഇദ്ദേഹം വായിക്കാം അടുത്ത സംഭവം എന്താണെന്ന്. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ദാവീദ്
ആ 30,000 പേരെ കൂട്ടിവരുത്തി ആ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ ആ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ആ ബാലയെഹൂദായിൽ നിന്ന് ആ കൊണ്ടുവരേണ്ടതിന് ആ ദാവീദും കൂടെയുള്ള സകല ജനവും ആ അതിലേക്ക് പുറപ്പെട്ടുപോയി. ഇവിടെ ശ്രദ്ധിച്ചോണം. യുദ്ധം ചെയ്യുന്നു, വിജയിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകവുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളിൽ ഇവർ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ വായിക്കാം 6-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകവുമായിട്ട് തിരിച്ചു വരികയാണ്. സമൂഹത്തിൽ ഉയർന്ന വിജയം, അതുപോലെ തന്നെ ആത്മീക വിഷയത്തിൽ ഭയങ്കരമായ താല്പര്യം, ചരിത്രം സൃഷ്ടിച്ച തങ്കലിപികളിൽ എഴുതേണ്ട ഒരു സംഭവത്തിൽ ഈ ദാവീദ് ബന്ധപ്പെടുകയാണ്. ദാവീദ് അങ്ങനെ ആത്മീക വിഷയത്തിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ 7:18 അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. ആത്മീക വിജയത്തോടൊപ്പം തന്നെ താൻ തന്നെ വിനയപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ താഴുകയും ചെയ്യുന്ന വളരെ മനോഹരമായ പശ്ചാത്തലമാണ് ഈ സംഭവത്തിന് തൊട്ട് മുൻപ് സംഭവിക്കുന്നത്. അതിൽ നിന്ന് നാം ഒരു കാര്യം പഠിക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇനിയൊരു വാക്യം കൂടെ വായിക്കാം. 8-ാമത്തെ അധ്യായത്തിന്റെ 1:8-14. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി, മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. ഫെലിസ്ത്യരെ ജയിച്ചടക്കി. ആ വിജയത്തിന്റെ സന്തോഷം, പെട്ടകം കൊണ്ടുവന്നതിന്റെ ആഹ്ലാദം, ആത്മീയവും ഭൗതികവുമായ എല്ലാ നിലകളിലും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും. ഈ സംഭവം കഴിഞ്ഞിട്ടാണ് 1 വർഷം കഴിയുമ്പോൾ മറ്റൊരു സംഭവം നടക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ 10:18 കൂടെ ഒന്ന് വായിച്ചോ മോളെ. 10:18 കൂടെ ഒന്ന് വായിച്ചോ. 10:18. അരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അപ്പോൾ ഒരു വലിയ പാപത്തിലോട്ട് വീഴുന്നതിന് മുൻപുള്ള ഒരു മനുഷ്യന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ, അതുപോലെ തന്നെ പടയാളികൾ, സ്ഥാനം കിട്ടുന്നു, അങ്ങനെ കിട്ടാവുന്ന എല്ലാ ആത്മീകവും ഭൗതികവുമായ നിലയിൽ ഏറ്റവും അത്യുന്നതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നാം കാണുന്നത്. ഇതാണ് സാധ്യത. ഒരു സാധ്യത എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. നാം ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്നു, ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷണലി നല്ല വിജയം കരസ്ഥമാക്കുന്നു, പ്രതീക്ഷിച്ച നിലയിലെല്ലാം കിട്ടുന്നു, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്നും ഓർത്തോണം, ദ നെക്സ്റ്റ് ഒരു മനുഷ്യൻ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, മക്കളെ, നിങ്ങൾ ആരും കഴിഞ്ഞ നാളത്തെ കൃപയിൽ ആശ്രയിക്കരുത്, ഇന്നലത്തെ വിജയത്തിൽ ആശ്രയിക്കരുത്. വേദപുസ്തകത്തിൽ ഈ ടെംപ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രംഗങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചോളണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം കേൾക്കുന്നു, വചനം കേട്ട് നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, അത് കൂടുതൽ ചിന്തിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നാളെ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ആത്മീക ഉന്നതിയിലേക്ക് എത്തി ആ ആത്മീകമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ റിലം എൻജോയ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ ആ ഇതിലോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. അവിടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. പല ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്, എന്നാൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു പോകട്ടെ. ആദം ഹവ്വ പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? ദൈവവുമായി അത്രയും അടുത്ത് നിൽക്കുന്ന ആദം ഹവ്വ തൊട്ടടുത്ത് നിങ്ങൾ ഭൂമിയിൽ പെരുകി വാഴുവിനെന്നൊക്കെ പറഞ്ഞ് സകല അധികാരവും എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ അധികാരവും കിട്ടി. അടുത്ത അധ്യായത്തിലോട്ട് കയറുമ്പോൾ ദാ വീഴുന്നു പാപത്തിൽ. ഇനി മറ്റൊരു ഉസിയാവിനെ എടുക്കാം. ഉസിയാവ് എപ്പോഴാണ് നിഗളിച്ചു പോയത്? ഉസിയാവ് എന്നുള്ള ബാലനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ചെറുപ്രായത്തിൽ തന്നെ രാജാവായ ഉസിയാവ് എപ്പോഴാണ് നിഗളിച്ചു പോയത്? ഉസിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 2 Chronicles chapter 26 26-ാമത്തെ അധ്യായത്തിന്റെ 5-6 വാക്യം 5-ഉം അതുപോലെ തന്നെ 16 വാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഉസിയാവ് ബലവാനായപ്പോൾ തന്റെ ഹൃദയം നിഗളിച്ചു. ബലവാനായപ്പോൾ രാജ്യങ്ങളെ കീഴടക്കി എല്ലാം നേടിയെന്ന് തോന്നിയപ്പോൾ ഹൃദയം നിഗളിച്ചു. അടുത്ത ഈ യേശുവിനെ പിശാച് പരീക്ഷിച്ചത് എപ്പോഴായിരുന്നു?
ദേവാലയത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ? പിന്നെ എവിടെ കൊണ്ടുപോയപ്പോഴാ? എവിടെ കൊണ്ടുപോയിട്ടാ പരീക്ഷിച്ചത്? ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി. അവിടെയാ പരീക്ഷണം. നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. എന്നാലും ചിലരൊക്കെ പറയാറുണ്ട്, അങ്ങളെ ഈ സഭയിൽ സഭാ ഹാളിലോട്ട് കയറുമ്പോഴാണ് ഭയങ്കര മോശം ചിന്തകൾ വരുന്നത്. ഇതെങ്ങനെ വരുന്നൊരു പിടുത്തമില്ല. ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വൃത്തികെട്ട ചിന്തകൾ വരികയാണ്, മോശം ചിന്തകൾ വരികയാണ്. ആത്മീയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോൾ മോശം ചിന്തകൾ വരികയാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളാരും സ്വർഗത്തിലല്ല ജീവിക്കുന്ന ഭൂമിയിലാണ്. ഈ പത്രോസ് വെള്ളത്തിലോട്ട് താണുപോയത് എപ്പോഴെന്നറിയാമോ? ദൂരെ നിന്ന് പത്രോസ് യേശുവിനെ കാണുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഞാനും വരട്ടെ. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു. പുള്ളി നടന്ന് എപ്പോഴാണ് വെള്ളത്തിലോട്ട് താഴ്ന്നു പോയത്? അതായത് വെള്ളത്തിലോട്ട് താഴ്ന്നപ്പോൾ അടുത്തെന്തോ സംഭവിച്ചു? താഴ്ന്നപ്പോൾ അടുത്തെന്തോ സംഭവിച്ചു? യേശു കർത്താവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കാണും? കൈ അടുത്ത് എത്താറായപ്പോഴാണ് താന്നു പോയത്. ദൂരെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അടുത്തോട്ട് പോകുന്നു, നടന്നെടുക്കുന്നു, അടുത്ത് കൈ എത്താറായപ്പോഴത്തേക്കും ഇദ്ദേഹം പരിസരം നോക്കി താഴ്ന്നു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ LKG UKGയിലാണോ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്, അതോ ഇപ്പോഴാണോ? 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ചെയ്ത പാപമല്ല ഇപ്പം ചെയ്യുന്നത്. ആത്മീയമായ പക്വത. അടുത്ത ചോദ്യം, സ്നാനപ്പെടുന്നതിന് മുമ്പാണോ കൂടുതൽ പാപം ചെയ്തത്, സ്നാനപ്പെടുന്നതിന് ശേഷമാണോ? ഇതാ പ്രശ്നം. രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ ഭയങ്കര ഭയമായിരുന്നു നമുക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ ഭയമൊക്കെ മാറി തുടങ്ങി. പിന്നെ സ്നാന ദിവസങ്ങളിൽ വീണ്ടും ഭയമായിരുന്നു. കാരണം സ്നാനപ്പെടുന്ന ദിവസം കുറച്ചുകൂടെ കഴിഞ്ഞു, പിന്നെ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങി. പാപം ചെയ്ത് പിന്നെ കർത്തൃമേശ പങ്കെടുക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, ശരീരത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു, വണ്ടിയും ഇടിക്കുന്നില്ല, കൊറോണയും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ദൈവം ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ കൂടുതൽ പാപം ചെയ്യാൻ തുടങ്ങുന്നു. പ്രായം ചെല്ലും തോറും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകും തോറും, കൂടുതൽ ക്യാമ്പുകൾ, കൂടുതൽ വചനം, കൂടുതൽ ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കളയുകയും പാപത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ദാവീദിന് സംഭവിച്ചതാണ്. അപ്പോൾ ഒന്നാമത്തെ രഹസ്യത്തിലേക്ക് പോവുകയാണ്. 10 രഹസ്യങ്ങൾ. ഒന്നാമത്തെ രഹസ്യം, ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് നാം കാണുന്നത് അതിൻ്റെ 11ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഒന്നുകൂടെ വായിച്ചു ആരെങ്കിലും ഒരാൾ? 1-2 വാക്യങ്ങൾ. യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം. ശ്രദ്ധിച്ചോണം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ എടുത്തു പറയുന്നതിന് ആ കാലഘട്ടത്തിലെ രാജാവ്, ഇന്ന രാജാവ് വാണിരുന്ന കാലം. യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിനെ ദൈവത്തെ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു രാജാവിനെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ പറഞ്ഞാണ് അന്നുള്ള കാലങ്ങളെ പറഞ്ഞിരുന്നത്. ഇവിടെ ഇതാ ഒരു പാപം നടക്കുന്നു. എന്നാൽ ആ പാപത്തെക്കുറിച്ച് ദൈവം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോ? യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം. അത് മാത്രമാണോ? അടുത്ത് ഒരു നാൾ ഈ പാപത്തെക്കുറിച്ച് ദൈവം എഴുതിയപ്പോൾ ശ്രദ്ധിച്ചോ? ആ വർഷം എഴുതി, ആ ദിവസം എഴുതി വെച്ചു. പിന്നെ ടൈം, ഏത് മണിക്ക്, എത്ര മണിക്കാണ് ഇവൻ കണ്ണ് തുറന്ന് ഒളിഞ്ഞു നോട്ടം നടത്തിയത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏത് പാപത്തിൻ്റെയും കാലവും സമയവും എല്ലാം കുറിച്ച് വയ്ക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഗോഡ് റെക്കോർഡ് എവരിതിങ്. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ തന്നെ മറന്നുപോയിട്ടുള്ളതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പോലും ദൈവം കുറിച്ചു വയ്ക്കും. വേദപുസ്തകത്തിൽ അനേക തെളിവുകളുണ്ട്. ദൈവം സമയം കൃത്യമായിട്ട് കുറിച്ചു വയ്ക്കുന്നവനാണ്. യോബിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ നിന്റെ കാലുകൾക്ക് ചുറ്റും കാലടിക്ക് ചുറ്റും ഞാൻ വരച്ചിരിക്കുന്നു. എന്തിനായി വരച്ചിരിക്കുന്നത്? ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അറിയാം, ഒരാൾ ആക്സിഡന്റ് സംഭവിക്കുന്നു, വഴിയിൽ വീഴുന്നു, മരിക്കുന്നു. ട്രാഫിക് പോലീസ് വന്നിട്ട് ഈ ബോഡി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അതിന് ചുറ്റും എന്ത് ചെയ്യും? വരച്ചു വയ്ക്കും, വരച്ചിടും. അന്ത്യനാളത്തേക്ക് വേണ്ടിയിട്ടാണ്. ദൈവം എല്ലാം കുറിച്ചു വയ്ക്കുന്നവനാണ്. രഹസ്യപാപമല്ല, ഏത് പാപമായിക്കോട്ടെ, ഈ രഹസ്യം നമ്മൾ എന്ന് ഓർത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ദൈവം മറക്കുകയില്ല, എല്ലാം കുറിച്ചു വയ്ക്കും. രണ്ടാമത്തെ രഹസ്യത്തിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞാൽ അല്പം കൂടെ കട്ടിയും രസകരവുമായ രഹസ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് വായിച്ചോ, 11-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ദാവീദ് യെരൂശലേമിൽ തന്നെ താമസിച്ചു. അടുത്ത ദാവീദ് യെരൂശലേമിൽ തന്നെ താമസിച്ചിട്ട് എന്തോ ചെയ്തു? പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവിടെ ചേവകരവിടെ യുദ്ധം നടത്തുകയാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടുത്തെ രാജാവ് ഏറ്റവും അലേർട്ടായിരിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും അലേർട്ടായിരിക്കേണ്ടത് യുദ്ധം നടക്കുമ്പോഴാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് കണ്ണും കാതും കൂർപ്പിച്ച് ഉറക്കമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതെ, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പോരാടേണ്ട മനുഷ്യൻ ഇവിടെ കിടന്നുറങ്ങുകയാണ്. ഈ രഹസ്യപാപങ്ങളെല്ലാം നമ്മൾ ലീഡ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്. എന്തെന്നറിയാമോ? ഉത്തരവാദിത്വങ്ങളെ ലഘുവായിട്ട് നമ്മൾ കാണും. ഓക്കെ, ഈ പ്രായത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്തോ? സത്യമേ പറയാവൂ. എന്തോന്ന്? പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനു സമയം ചിലവഴിക്കുന്നു? അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇനി പറ, ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാണോ സമയം ചിലവഴിക്കുന്നത് അതാണ് നമ്മുടെ പ്രയോറിറ്റി, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പൊ ഇപ്പൊ എന്താ ഉത്തരവാദിത്വം? എന്തോ? ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പഠിത്തമെന്നാണ്. പക്ഷേ ആ പഠിത്തത്തിൽ ശ്രദ്ധ വയ്ക്കാതെ മറ്റു പലതുമാണ് അതിനേക്കാൾ വലിയ ബിസിനസ്സായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കാം. ഇനി ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പ്രായത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ഈ പ്രായത്തിൽ ഒരു യൗവനക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സാക്ഷ്യമായിട്ട് ജീവിക്കുക. വേറെ ദൈവത്തിന്റെ ഇഷ്ടമോ ഡാഷ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വായിച്ചോ, അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വായിച്ചോ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 verse 3. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. എന്തോന്നറിയാമോ? നിങ്ങളുടെ ശുദ്ധീകരണം. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ് 6:18, ദുർനടപ്പ് വിട്ടോടുവിൻ, ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റീസ്. ദുർനടപ്പ് വിട്ടോടണം. നമ്മളെല്ലാം ഓട്ടക്കാരാണ്. എന്തിൽ നിന്ന്? പാപത്തെ കാണുമ്പോൾ അതിനോടുള്ള അലർജി ഉണ്ടായിട്ട് ഓടണം. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പാപത്തെ കാണുമ്പോൾ ഓട്ടമുണ്ട്, പാപത്തെ കാണുമ്പോൾ പറഞ്ഞേ അതിലോട്ടുള്ള ആർത്തിയാണ്. ഈ പന്നി ചെളി കാണുമ്പോൾ പന്നിക്കുണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ഈ ചെളിയിൽ ചാടണം, അതിനകത്ത് കയറിക്കിടന്ന് ഇങ്ങനെ മേയണം. അടുത്ത വാക്യം വായിച്ചു എഴുതി വെച്ചിരിക്കുന്നത് 2 തിമോത്തി ചാപ്റ്റർ 2 verse 22. യൗവന മോഹങ്ങളെ വിട്ടു ഓടുവിൻ, ഓടുവിൻ, ഓടുവിൻ. നമ്മളെല്ലാം ഓട്ടക്കാരാണ്. ആത്മീക വിഷയത്തിൽ നമ്മളെല്ലാം ഓട്ടക്കാരാണ്. മക്കളെ, നമ്മൾ എത്ര പേരാണ് ഓടുന്നത്? നമ്മൾ ഏറ്റവും സ്പീഡിൽ നമ്മുടെ കാര്യം ചിന്തിക്കാം. നമ്മൾ ഏറ്റവും സ്പീഡിൽ ഓടാൻ ശ്രമിച്ചിട്ടുള്ളത് ഏത് സമയത്താണ്? വെരി ഗുഡ്. പട്ടി ഓടിക്കുമ്പോൾ. നമ്മൾ മത്സരത്തിൽ പോലും അത്രയും സ്പീഡിൽ ഓടിയിട്ടില്ല. മത്സരത്തിൽ തോറ്റെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടും. അതെന്താ അപ്പോഴും അത്രയും സ്പീഡിൽ ഓടുന്നേ? പട്ടിയുടെ കടി
ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല എന്നുള്ളതാണ്. പ്രായമായ നിങ്ങളുടെ പപ്പ മമ്മിമാരുടെ അടുത്ത് വെച്ചാൽ മതി, മമ്മി ഉറുമ്പ് കടിച്ചിട്ടുണ്ട്, കൊതുക് കടിച്ചിട്ടുണ്ട്, പട്ടി കടിച്ചിട്ടുണ്ട്, ഇതിലേറ്റവും കടി നല്ലവണ്ണം ഓർത്തിരിക്കുന്ന ഏതാണ്? പട്ടി കടിച്ചത്. ആ വേദന ഇന്ന് മറക്കത്തില്ല. അതിനേക്കാളും വലിയ വേദനയാണ് ഈ പാപത്തിൽ ഒരുത്തൻ വീഴുമുണ്ടാകുന്ന ഒരു വേദന. അത് ഭാവിയിലെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് പാപത്തെ വിട്ടോടുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഈ പ്രായത്തിൽ, ദൈവമേ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുന്നു, ആത്മീകമായ വിഷയത്തിൽ നോക്കുമ്പോൾ പാപത്തോട് പോരാടുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നിറവേറ്റാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും, അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ചിലത് ഓടാനും പറയുന്നു, ചിലത് നിൽക്കാനും പറയുന്നു. അതെന്താ പരിപാടി? ചിലത് പറയുന്നത് നിങ്ങൾ വിട്ടോടണം. ഇനി രണ്ടാമത്തെ ഘട്ടങ്ങളിൽ യാക്കോബിന്റെയും അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ നിൽക്കണം, നിന്ന് ഫൈറ്റ് ചെയ്യണം. ആശയം മനസ്സിലായോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സെക്ഷൽ സിൻ പോലുള്ളത് വരുമ്പോൾ നിന്ന് ഫൈറ്റ് ചെയ്യണോ ഓടണോ? എക്സലന്റ്. കാരണം അവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ ചിലപ്പോൾ മിക്കവാറും നമ്മളും കൂടെ, ബൈബിളിൽ അങ്ങനെയുണ്ട്. യോസെഫിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് ആപ്ലിക്കേഷനും കൊണ്ടുവന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ആദ്യം ചെയ്തത് ഒരു 1.5 മണിക്കൂർ ബൈബിൾ ക്ലാസ്സൊക്കെ എടുത്തു. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ പുള്ളിക്ക് മനസ്സിലായത് ഈ ബൈബിൾ ക്ലാസ് ഒന്നും നടക്കത്തില്ല. കാരണം പുള്ളിക്കാരി വീണ്ടും പിന്നാലെ വരുന്നു തൊടാനായിട്ട്. തൊട്ടുകളി തുടങ്ങാം. ആദ്യം തിയറിയിൽ നിന്ന് പ്രാക്ടിക്കലിലോട്ട് പോകാൻ പോയി. അപ്പം പുള്ളിക്കാരന് മനസ്സിലായി ഇത് ഓടിയേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടവും ഓടി. സോദോം ഗോമോറയുടെ കാര്യത്തിൽ അറിയാമല്ലോ, അവിടെ നിന്നില്ല. അവിടെ ദൂതന്മാർ അവിടെ നിന്നിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരു 1/2 മണിക്കൂർ ഞാൻ പറയാം എന്ന്. അവിടെ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരൊറ്റ ഓട്ടവും ഓടി. ചിലപ്പോൾ പെൺപിള്ളേരോ ആൺപിള്ളേരോ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ കാണുമ്പോഴേ എനിക്കറിയാം നിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ജീവിക്കണമെന്നാണ് എനിക്കിഷ്ടം. ഉടനെ നമ്മൾ പറയും ഞാൻ ബ്രദറുകാരിയാണ്, സ്നാനപ്പെട്ടാൽ എവിടെ വെള്ളം, ഞാനിപ്പോൾ സ്നാനപ്പെടാന്ന് പറയും. അവൻ എങ്ങനെയെങ്കിലും നമ്മളെ കിട്ടിയാൽ മതി, അവക്കെങ്ങനെയെങ്കിലും നമ്മളെ. അവിടെ ഈ ടൈപ്പിനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തോണം? ഓടിക്കോണം. പക്ഷേ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നമ്മുടെ രക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓടരുത്, നിന്ന് ഫൈറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ചിലത് നിന്ന് ഫൈറ്റ് ചെയ്യണം, ചിലത് ഓടണം. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. സീക്രട്ട് 3 പോകുകയാണ്. അപ്പൊ ഇദ്ദേഹം ദാവീദിന് സംഭവിച്ച ദാവീദ് അവിടെ മേജറായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇഗ്നോർ ചെയ്ത് അങ്ങ് തൻ്റെ ഇത് മറക്കുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം, ദാവീദ് വൈകുന്നേരം എഴുന്നേറ്റപ്പോൾ എന്തോ കണ്ടു? ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ആ സ്ത്രീയെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീ വളരെ സുന്ദരിയായിരുന്നു. ഈ സൗന്ദര്യം കൊടുക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം മക്കളെ, എല്ലാവരും ഒരു കാര്യം ഓർത്തണം. ബൈബിളിൽ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെ ഞാനിന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതായത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സൗന്ദര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്ലാതെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവം സൗന്ദര്യം തന്നിട്ടുണ്ട്, അത് ഒരു കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സൗന്ദര്യത്തെ നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ശ്രദ്ധിച്ചോണം. അതായത് ഈ സൗന്ദര്യത്തെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺട്രോള് പോയി, ദാവീദിൻ്റെ കൺട്രോള് പോയി. അപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് വേദപുസ്തകം കുടുംബജീവിതത്തിൽ ആസ്വദിക്കാൻ ആയിട്ട് തന്നിരിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തോണം. എന്നാൽ കുടുംബജീവിതത്തിന് പുറത്ത് ഈ സൗന്ദര്യം അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള ആശയമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്വയനിയന്ത്രണമുള്ളവരായിരിക്കാൻ പഠിക്കണം, നല്ല നിയന്ത്രണമുള്ളവരായിരിക്കണം. സൗന്ദര്യമുള്ളവർ കാണും, സൗന്ദര്യമുള്ളവർ നമ്മുടെ മുൻപിലൂടെ പോകും. സൗന്ദര്യം തന്നെ പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ്. അത് നമ്മളെപ്പോഴും ഓർത്തോണം. ഈ അനേകരുടെ ചിന്ത എന്ന് പറയുന്നത് വെളുപ്പാണ് സൗന്ദര്യമെന്ന്. അങ്ങനെ ഒന്നുമല്ല, എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്.
ഞാൻ ന്യൂസിലൻഡിൽ പോയപ്പോൾ അവിടെ വെള്ളക്കാരുടെ കൂടെ താമസിക്കേണ്ടി വന്നപ്പോൾ അവർ രാവിലെ കഞ്ഞിവെള്ളം, ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം, രാത്രിയും കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം നിറയെ കുടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ട്രൈബൽസുമായിട്ട് കുറച്ച് നാൾ ജീവിക്കേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നല്ല വയറുള്ളവരാണ് സൗന്ദര്യമുള്ളവരായി കണക്കാക്കപ്പെടുന്നത്. അതിനവർ 3 നേരം എന്നെ കഞ്ഞിവെള്ളം കുടിപ്പിച്ചു. എൻ്റെ ഈ ശരീരത്തിന് വല്ല കഞ്ഞിവെള്ളം കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവിടുത്തെ സൗന്ദര്യം വയറിൻ്റെ വലിപ്പമാണ്. മംഗോളിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ റിങ് കഴുത്തിൽ കെട്ടിക്കൊടുക്കും. അത് ഓരോ ദിവസം ഇങ്ങനെ അതിൻ്റെ റിങ്ങിൻ്റെ വലിപ്പം നീളം കൂട്ടി കൂട്ടി കഴുത്ത് പരമാവധി നീട്ടും. അതാണ് സൗന്ദര്യം. നമ്മളെങ്ങാനും മംഗോളിയയിൽ പോയാൽ എന്താ കഴുത്ത് പോകാൻ പറയും. അപ്പോൾ അവിടെ അതല്ല. ചിലയിടത്താണെങ്കിൽ പല്ലിന് ഒരു പ്രത്യേക രീതി, മൂക്കിനൊരു പ്രത്യേക രീതി. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ സൗന്ദര്യം, ബ്യൂട്ടി ഇൻ ക്യാരക്ടർ. ദാറ്റ്സ് വാട്ട് ഗോഡ് ലുക്സ് അസ്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. പുറമേയുള്ള സൗന്ദര്യം എന്നുള്ളത് വ്യാജവും. അതുകൊണ്ട് നമുക്കുള്ള സൗന്ദര്യത്തെ നിലനിർത്തുക, അത് കൂട്ടാനൊന്നും ചെയ്യേണ്ട. കാരണം അടുത്തവൻ പാപം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആശയത്തിൽ വരുമ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഏതൊരു പാപവും നമ്മൾ ആത്മനിയന്ത്രണമില്ലെങ്കിൽ, സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ പാപത്തിലോട്ട് നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്ത ഇതിലോട്ട് പോവുകയാണ്. 4ാമത്തെ സീക്രട്ടിലോട്ട് പോവുകയാണ്. പ്രാധാന്യമല്ലാത്ത വിഷയങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നത് രഹസ്യഭാവത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം രാജാവാണ്. അവിടുത്തെ രാജ്യത്തിൽ എന്തൊക്കെയാണ് യുദ്ധത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത്തരം വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രാജാവ് എഴുന്നേറ്റിട്ട് അടുത്ത എന്തോ കൽപ്പന കൊടുത്തത്? ആരെവിടെ? ഉടനെ പടയാളികൾ വന്നു. എന്തോ പറഞ്ഞത്? എൻ്റെ അവിടെ താഴെ ഒരാൾ കുളിക്കുന്നുണ്ട്, പുള്ളിക്കാരിയുടെ അഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ആധാർ ഉൾപ്പെടെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരു രാജാവ് ആ രാജ്യത്ത് എത്രയോ പേര് രാവിലെ പല്ല് തേക്കുന്നുണ്ട്, എത്രയോ പേര് കുളിക്കുന്നുണ്ട്, എത്രയോ പേര് രാവിലെ ഓടാൻ പോകുന്നു, ചാടാൻ പോകുന്നു. നരേന്ദ്രമോദി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരികയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അരക്കട മുടി നേരെ ചെയ്യാത്തത് വരീനട എല്ലാവരും. അത് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ തന്നെ വേറെയാണ്. അദ്ദേഹം എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കരുത്, അദ്ദേഹം ആ രീതിയിലാണ്, വെൽ പ്രിപ്പയർഡാണ് സംസാരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതാണ് ആ പ്രധാനമന്ത്രി എന്നുള്ളതിൻ്റെ ആ ക്വാളിറ്റി തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഇവിടെ ഒരു രാജാവ്, ലോകമറിയപ്പെടുന്ന രാജാവ്, ഇന്നും ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു രാജാവ്, ഏറ്റവും കൂടുതൽ ആത്മീയ ഗാനങ്ങൾ എഴുതിയ ഒരു രാജാവ്, ആ രാജാവിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം, അന്വേഷിക്കേണ്ടതൊന്നും അന്വേഷിക്കാതെ അപ്രധാനമായതിനും അമിതമായ പ്രാധാന്യം കൊടുത്തു. ആ സ്ത്രീ ആരാണ്, ആ സ്ത്രീ എന്താണ്, വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി. ദൈവമക്കളെന്നുള്ള നിലയിൽ നമുക്ക് അനാവശ്യമായ 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ പിന്നാലെ നടക്കുകയാണ് അന്വേഷിക്കാൻ. ഭയങ്കര അന്വേഷണമാണ്. നമ്മുടെയൊക്കെ തന്നെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയേ. ഇവിടെ ഏതെങ്കിലും പാപത്തിലൊക്കെ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇവിടെ നിന്നൊരു ഹായ് അങ്ങോട്ട്, അവിടെ നിന്നൊരു ഹൂ ഇങ്ങോട്ട്, ഇവിടെ നിന്നൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട്, അവിടെ നിന്നൊരു ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട്, പിന്നെ രാവിലെ എന്ത് കഴിച്ചു, രാത്രി എന്ത് കഴിച്ചു. അടുത്ത് പറയുന്ന ശ്രദ്ധിച്ചു കിട്ടണം, ഒരു മനുഷ്യൻ്റെ ടോട്ടൽ പ്രൈവസി പോകുന്ന കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്തുകൊണ്ട് നേരത്തെ എഴുന്നേറ്റില്ല, ഞാൻ 2 പ്രാവശ്യം വിളിച്ചതല്ലേ, നീ എന്തുകൊണ്ട് മെസ്സേജ് അയച്ചില്ല, സാധാരണ 5:30 ഞാൻ ഗുഡ് മോർണിംഗ് ഇടുമ്പോൾ നീ 5:35 തിരിച്ചിങ്ങോട്ട് ഗുഡ് മോർണിംഗ് ഇടുന്നതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ചിലപ്പം അബദ്ധത്തിൽ ചിലപ്പോൾ സമയം കൂടുതൽ കടന്നു പോയി കാണും, ഉറങ്ങിപ്പോയി കാണും. അപ്പോൾ രാവിലെ ഉറങ്ങുന്നു തുടങ്ങി, അടുത്ത് ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ, എപ്പോൾ കുളിക്കാൻ പോകും, കുളിച്ചിട്ട് എപ്പോൾ തിരിച്ചു വരും, ഇനി രാവിലെ ഏത് ബസ്സിലാണ് കയറുന്നത്, അടുത്തെന്താണ് ചെയ്യുന്നത്, ആരോടൊക്കെ സംസാരിക്കണം, രാത്രി എപ്പോൾ തിരിച്ചു വരും, എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കും, രാത്രി എങ്ങനെയാണ് കിടക്കുന്നത്, സകല ഡീറ്റെയിൽസും മറ്റേ ആൾക്കറിയണം. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഫുൾ പ്രൈവസി പോകുന്ന ഒരു കാര്യമാണ് മറ്റൊരാളുമായിട്ട് അനാവശ്യമായ ബന്ധത്തിലോട്ട് പോകുമ്പോൾ. എപ്പോഴും ഓർത്തോണം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ആവശ്യമില്ലാത്ത എല്ലാം അന്വേഷിക്കുകയാണ്. ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മൾ ആവശ്യമുള്ളത് അന്വേഷിച്ചാൽ മതി. അയാളുടെ പേരെന്താണ്, ഇയാളുടെ പേരെന്താണ്, ആ നമ്പറുണ്ടോ, നമ്പരില്ലേ, പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഇല്ലയോ, ഫേസ്ബുക്കിൻ്റെ എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ, വിശദമായിട്ട്. ഇതിൻ്റെ എല്ലാം വല്ല കാര്യമുണ്ടോ? ഇനി പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണമില്ല.
ആകെ നമുക്ക് അറിയാവുന്ന 1-2 തിയറി ന്യൂട്ടന്റെ 3rd ലോ ഓഫ് മോഷൻ ഉറക്കത്തിലും പറയും. ആ അത് തന്നെ, അതെന്തോന്ന്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവാണ്. ആവശ്യമില്ലാത്ത എൻക്വയറീസ് ഒന്നിനെ കുറിച്ച് നടത്താതിരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഈ ഇൻ്റർനെറ്റിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും, ഇത് തുറക്കണം അത് തുറക്കണം ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ആവശ്യമില്ലാത്തവരൊന്നും പോകാതിരിക്കുക. വീണ്ടും ഞാൻ മുന്നോട്ട് പോട്ടെ. രഹസ്യ പാപത്തിലോട്ട് ഒരാൾ പോയി ചാടാനുള്ള കാരണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 5ാമത്തെ രഹസ്യം എന്നുള്ളത്. അതായത് ഈ വ്യക്തി ആളാരാണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാ മനസ്സിലാക്കിയത്? വായിക്കാം. ആ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 11:3 ദാവീദ് ആളയച്ചു, ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാവിന്റെ മകളും ഇവർ തിരിച്ചു വന്നിട്ട് പറയാണ്, അല്ലയോ രാജാവേ, ആ സ്ത്രീ ഇന്ന ആളുടെ ഭാര്യയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അവർ വന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ദൈവാത്മാവ് അത്രയും ഇദ്ദേഹത്തിനൊരു സൂചന കൊടുക്കുകയാണ്. അവർ വന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇന്നയാളുടെ മകളാണ്, ഇന്നയാളുടെ ഭാര്യയാണ്. 2 വട്ടം ഒരാളെ കുറിച്ച് 2 ഓണർഷിപ്പ് പോലെയാ പറയുന്നത്. ഇന്നയാളുടെ ഭാര്യയാണ്, ഇന്നയാളുടെ മകളാണ്. ഇത് കേട്ടാൽ രാജാവ് എന്ത് ചെയ്യണമായിരുന്നു ന്യായമായിട്ട്? അപ്പോൾ 2 ഓണേഴ്സ് ഉണ്ട്. അതിനിടയ്ക്കാണ് ഇദ്ദേഹവും കൂടെ അടുത്ത് 3ാമത്തെ ഓണറായിട്ട് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഏതൊരു പാപം തുടങ്ങാൻ നമ്മളൊരു പാപത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ഉടനെ തന്നെ റെഡ് അലേർട്ട് തരും. ഇത് നീയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പിന്മാറിക്കോ, നിനക്കിതിൽ അവകാശമില്ല, ഇത് മറ്റൊരാളുടേതാണ്. പ്രത്യേകിച്ച് പ്രേമമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓർത്തോണം, 2 ഓണേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? 1 മാതാപിതാക്കന്മാർ, 2 അയാൾക്ക് വേണ്ടി നിയമിച്ച മറ്റൊരാൾ, അയാൾ എവിടെയോ ജീവിച്ചു വരികയാണ്. ഇതിനിടയ്ക്കാണ് 3ാമനായ നമ്മൾ കയറി പോകുന്നത്. വല്ല കാര്യമുണ്ടോ? അപ്പൊ കൃത്യമായിട്ട് അലർട്ട്. ഇനി രക്ഷിക്കപ്പെട്ട 2 കേട്ടോ, 3 ഉണ്ട്. 3ാമത് ഒരാളുകൂടെ ഉണ്ട്. ആരെന്നറിയാമോ? ദൈവം രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവം രക്ഷിക്കപ്പെടാത്തതാണെങ്കിൽ പിശാച്. ഇതെല്ലാം ബൈപ്പാസ് ചെയ്താണ് നമ്മൾ അടിച്ചോണ്ട് പോകാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് അടിയിട്ടാതിരിക്കും? അപ്പോ ഇവിടെ ദൈവാത്മാവ് അലർട്ട്നെസ് കൊടുക്കുകയാണ്. ഇത് ഏത് പാപം നിങ്ങൾ എടുത്ത് നോക്കിയോ, തുടങ്ങാൻ പോകുന്ന, അതായത് പാപത്തിലോട്ട് നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ദൈവാത്മാവ് കൃത്യമായിട്ട് അലർട്ട്നെസ് തരും. മുന്നോട്ട് പോകരുത്. ദൈവം കൃത്യമായിട്ട് തടസ്സപ്പെടുത്തുന്ന ആ സിഗ്നൽസ് തരും. യോനയുടെ കാര്യത്തിൽ ദൈവം എങ്ങനെയൊക്കെയാണ് തടസ്സപ്പെടുത്തിയത് യോനയെ? ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് ആകെ അറിയുന്ന കഥ എന്താണ്? യോനയെ പിടിച്ച് വെള്ളത്തിലിട്ടു, മീൻ വാ തുറന്നു, അകത്തോട്ട് പോയി. അല്ല, അതിനു മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യോനയുടെ സമുദ്രത്തിൽ കൊടുങ്കാറ്റ് അടുപ്പിച്ചു. കൊടുങ്കാറ്റ് വന്നു. അപ്പോഴേ യോന കൊടുങ്കാറ്റ് വന്നു. അടുത്തതിലോട്ട് പോകുമ്പോഴത്തേക്കും യോന 1:4 കപ്പൽ തകരുമോ എന്ന് തോന്നൽ, കപ്പൽ തകരാൻ സാധ്യത ഉണ്ടോ? അടുത്തതിലോട്ട് പോകുന്നു. വീണ്ടും അതിനകത്ത് സമുദ്രത്തിൽ വലിയൊരു കോളടിപ്പിക്കുന്നു. വീണ്ടും കപ്പൽക്കാർ ഭയപ്പെടുന്നു. വീണ്ടും ഓരോരുത്തൻ നിലവിളിക്കുന്നു. ഇദ്ദേഹം കിടന്നുറങ്ങാണ്, നിലവിളി ശബ്ദം കേൾക്കുകയാണ്. ഓരോ സൂചനയും ഈ യോനയ്ക്ക് കൊടുത്തു. എന്തിനെന്നറിയാമോ? ഈ സൂചന കൊടുത്ത് എന്തിനെന്നറിയാമോ? മോനെ, ഇപ്പോഴെങ്കിലും എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ടോണം. ഇത് നിനക്ക് പറ്റിയ വഴിയല്ല, നീ ഇങ്ങനെ കിടന്നുറങ്ങരുത്. വീണ്ടും ചരക്ക് സമുദ്രത്തിലേക്ക് എറിയുന്നു. എല്ലാ ലഗേജും എടുത്ത് വെള്ളത്തിലോട്ട് ഇടുന്നു. ഇതിനിടയ്ക്ക് മിക്കവാറും യോനയുടെ ലഗേജും പോയി കാണും. യോന അറിഞ്ഞതുപോലും ഇല്ല എന്നുള്ളതാണ്. വീണ്ടും യോന ഉറക്കം തടസ്സപ്പെടുന്നു. 2-3 പേര് വന്നിട്ട് യോനെ എഴുന്നേൽപ്പിക്കുകയാണ്. അതെന്താ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, എഴുന്നേറ്റോളം പറഞ്ഞു, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവസാനം നിന്റെ ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ ഉപദേശിക്കുന്നു. അവരൊന്ന് പറയാണ്, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു, നീ ഇരുന്ന് നിന്റെ ദൈവത്തെ വിളി. എന്നിട്ട് പോലും ഇദ്ദേഹം ഓർത്തില്ല.
നമ്മോട് പല നിലകളിൽ ദൈവാത്മാവ് സംസാരിക്കുകയും കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്പൂടെ സിവിയർ ആയിട്ട്, മോനെ നീ ദൈവമകനാണ്, നീ രക്ഷിക്കപ്പെട്ട മകളാണ്, നീ സഭയുടെ അംഗമാണ്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ദൈവം നിന്നെ ശിക്ഷിക്കും, നിന്റെ പാപങ്ങളെ ദൈവം വെറുതെ വിടുകയില്ല എന്ന് ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അനുസരിക്കാതിരുന്നാൽ, എന്നിട്ടും നമ്മൾ അതിന് വില കൊടുക്കാതിരുന്നാൽ, മക്കളെ, പിന്നെ ദൈവം പിടിച്ചു വയ്ക്കും എന്ന് ചിന്തിക്കരുത്. ദൈവം നമുക്ക് സൂചനകളും നിർദ്ദേശങ്ങളും അലർട്ട്നെസ്സും ഒക്കെ തരും, അത് ശരിയാണ്. പക്ഷെ പിടിച്ചു വയ്ക്കും എന്ന് ചിന്തിക്കരുത്. അടുത്ത് ചീട്ടിട്ടു, ഇദ്ദേഹത്തെ കിട്ടി, ചീട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വീഴുകയും ചെയ്തു. ഉടനെ പുള്ളി എന്താ പറഞ്ഞത്? ഞാൻ സാധാരണക്കാരനൊന്നുമല്ല. ഇതെല്ലാം വായിച്ചു നോക്കിയാൽ വളരെ രസകരമാണ്. ബ്രദറുകാരനാണോ ചിന്തിച്ചു പോകും നമ്മൾ. കാരണം പിന്നെ അവസാനം തിയോളജിയൊക്കെയാണ് പറയുന്നത്, ഞാൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഇത്രയും സൂചന കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം രഹസ്യമായി തുടരുന്ന ചില പാപങ്ങൾ, അത് പാപമാണെന്ന് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആകട്ടെ, മെയിൻ ക്ലാസ്സുകളാകട്ടെ, 2x2 ആകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ പാട്ടിലൂടെ പോലും ദൈവം നമ്മോട് സംസാരിച്ചിരിക്കാം. പക്ഷെ അതെല്ലാം അവഗണിച്ച് ഇനിയും ഇങ്ങനെ പോകാൻ ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാണ് പോകുന്നെങ്കിൽ നമ്മൾ അടുത്ത അപകടത്തിലോട്ട് പോയി ചാടുകയാണ്. ഞാൻ 6ാമത്തെ സീക്രട്ടിലേക്ക് പോകുകയാണ്. 6ാമത്തെ സീക്രട്ട്, ഇത് എന്നെ വല്ലാതെ പേടിപ്പിച്ച ഒരു സാധനമാണ്. എന്താണെന്നറിയാമോ? ഈ രാജാവ് ഈ സ്ത്രീയെ കൊണ്ടുവരാനായിട്ട് ആളയക്കുന്നു. അപ്പൊ എന്തോ ചെയ്തെന്നറിയാമോ? വായിച്ചോ, 11:4. ശ്രദ്ധിച്ചോ, ദാവീദിന്റെ പേര് എടുത്തെടുത്ത് പറയണം. ദാവീദ് അന്വേഷിച്ചു, ദാവീദ് ആളയച്ചു, ദാവീദ് അവളെ വരുത്തി, അവൻ അവളോടുകൂടെ ശയിച്ചു. അവൻ ഈ പാപത്തിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ലീഡർ എന്ന് പറയുന്നത് ദാവീദാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതിന് മുൻകൈയെടുക്കുന്ന ആളെ പ്രത്യേകം മാറ്റി നിർത്തും. ഈ സ്കൂളിലൊക്കെ അലമ്പ് കാണിച്ച ഒരു ഗ്രൂപ്പായിട്ട് പിള്ളേർ അലമ്പ് കാണിക്കും. അപ്പോൾ സാറ് വന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിലൊരുത്തനെ പ്രത്യേകം പിടിച്ച് മാറ്റി നിർത്തും. അതെന്തിനാണ്? അവനാണ് ഉള്ളതിൽ കുറച്ച് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ മാറ്റി നിർത്തും. അവന് വേറെ ചൂരലാണ്, മറ്റവർക്ക് കുഞ്ഞു ചൂരലായിരിക്കും. ഇവൻ്റെ തുറയും നീ ഓടാ അവിടെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ പോകാൻ പറയും. ഇവന് മാത്രം ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിൽ പ്രത്യേകം ചൂരൽ കാണും. മറ്റവനെല്ലാം കുഞ്ഞു അടിയും കൊടുത്ത് അവിടും. ഇവനെ മാറ്റി നിർത്തും. മക്കളെ, ബി വെരി കെയർഫുൾ. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർ നമ്മളാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവിടെ നിന്നൊരു ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് വന്നു, അപ്പോഴും അത് വകവയ്ക്കാതെ തിരിച്ചങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ്. നമ്മൾ അവിടെ ഈ ചിലർക്ക് ഇതൊരു ശുശ്രൂഷയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പരിചയമില്ലാത്ത ഓരോ നമ്പറിലും ഇങ്ങനെ ഓരോ ഗുഡ് മോർണിംഗ് ഹായ് ഇടും. അതവൻ്റെ ചിലപ്പോൾ ഹോബി ആയിരിക്കാം, ചിലപ്പോൾ മാനസികമായ രോഗമായിരിക്കാം. ഇതൊന്നും അറിയാതെ നമ്മൾ ചാടിക്കയറി എന്നെ ആരും വകവയ്ക്കാതിരുന്നപ്പോഴാണ് സ്വർഗ്ഗത്തിലെ ദൈവമേ അങ്ങ് ഇന്ന് രാവിലെ ഒരു തന്നെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചല്ലോ, നന്ദി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചാടി അവൻ്റെ ജീവിതത്തിലോട്ട് പോയിട്ട് അവൻ്റെ രോഗം കൂടെ നമുക്കും വരും. ദൈവം പ്രത്യേകം പരിഗണിക്കും. ആരെ? മുൻകൈയെടുത്തവനെ. ഏതൊരു പാപത്തിനും, പ്രത്യേകിച്ച് രഹസ്യപാപത്തിൽ, ഇതിന് മുൻകൈ എടുക്കുന്നവരെ ദൈവം പ്രത്യേകം പരിഗണിക്കും. പഴയ നിയമത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പ്രത്യേകം ദൈവം പരിഗണിച്ചിട്ടുണ്ട് മുൻകൈ എടുത്തവരെ. അടുത്ത രഹസ്യത്തിലോട്ട് പോവുകയാണ്. 7ാമത്തെ രഹസ്യം. 7ാമത്തെ രഹസ്യത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ്? പാപത്തിൻ്റെ തുടക്കം ഏറ്റവും മനോഹരമായിരിക്കും. അതായത് ഈ കഥയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, കഥ വായിക്കുമ്പോൾ അതിന്റെ 4ാമത്തെ വാക്യം ഒന്നുകൂടെ മോളെ വായിച്ചോ. മതി. ദൂതന്മാരാണ് ഈ പുള്ളിക്കാരിയെ കൊണ്ടുവരുന്നത്. എങ്ങനെയായിരിക്കും കൊണ്ടുവന്നത്? രാജാവ് വിളിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ അന്നുള്ള രാജാവിൽക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ രാജാവാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രാജകൊട്ടാരത്തിലേക്ക് പുള്ളിക്കാരി പോകുന്ന രീതി എങ്ങനെയായിരിക്കും? പരിചാരകർ 2 സൈഡ്, പിന്നെ മറ്റേ കൊടി തോരണങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ പുള്ളിക്കാരി അടിച്ച് വിലസി, ഇന്ന് കോളടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പിന്നി പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഷീ നെവർ തോട്ട് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു കമ്മിറ്റ് സിൻ. പക്ഷേ പുള്ളിക്കാരി എൻജോയ് ചെയ്തങ്ങ് പോവുകയാണ്.
എന്തിനാണ് വിളിച്ചതെന്നൊന്നും അവിടെ പറയുന്നില്ല. പക്ഷേ രാജാവല്ലേ വിളിച്ചത്, എങ്കിൽ ഇന്ന് പൊളിച്ചത് തന്നെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. തുടക്കം ഭയങ്കര മനോഹരമായിരുന്നു. ഈ പാപങ്ങൾക്കെല്ലാം ഒരു പ്രശ്നം ഇതാണ്. ഏത് പാപവും നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇതാണ്, ഈ റിവാർഡ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഹാപ്പി ഹോർമോണാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺ ആക്റ്റീവ് ആകുമ്പോൾ ഇനിയും വേണം, ഇനിയും കാണണം, ഇനിയും സംസാരിക്കണം, ഇനിയും മെസ്സേജ് അയക്കണം. രാത്രി 12 മണിയായി തീരുന്നില്ല, ഇനിയും മെസ്സേജ് അയക്കണം, ഇനിയും സംസാരിക്കണം. ഈ രാത്രി തീരാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഒരു കവിത എഴുതി വയ്ക്കും. അപ്പോൾ തുടക്കം ഭയങ്കര മനോഹരമായിരിക്കും. നിങ്ങൾ ചിന്തിച്ചോ, ഈ സ്ത്രീ നടന്നു പോയതും തിരിച്ചു വന്നതുമായിട്ടുള്ള രംഗം. അതൊന്ന് ഈ സ്ത്രീ തിരിച്ചു വരുമ്പോൾ ഈ പോയ പാർട്ടികളൊന്നുമില്ല. അതായത് ഏതൊരു പാപവും തുടക്കം ഭയങ്കര രസമായിരിക്കും. കരഞ്ഞിട്ടാണോ പോയത്? അല്ല. പക്ഷേ പുള്ളിക്കാരി കരയേണ്ടി വന്നു. സൗഹൃദമാണ്, നല്ല ബന്ധങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഇത് ശരീരത്തിനൊരു എൻജോയ്മെൻ്റ് ആണ്, ഇത് നമ്മുടെ മനസ്സിനൊരു എൻജോയ്മെൻ്റ് ആണ്, ഒരു റിഫ്രഷ് നൽകുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പാപങ്ങളിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, ഇതിൻ്റെ അവസാനം വളരെ ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഒരു രഹസ്യപാപവും ഒരു മനുഷ്യനെയും ഉയർത്തിയിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും രഹസ്യപാപം ചെയ്തിട്ട് അയാൾ നല്ല ആത്മീകനായി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന രഹസ്യപാപം ചെയ്തതിലൂടെ ഞാൻ ആ സഭയിൽ ഏറ്റവും നല്ല ആത്മീകനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും സാക്ഷ്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അതായത് രഹസ്യപാപങ്ങളൊന്നും ഒരാളെ ഉയർത്തുന്നുമില്ല, അയാളെ ആത്മീകനാക്കുന്നുമില്ല, അയാൾക്ക് ഒരു നന്മയും കിട്ടത്തില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കാണിക്കാം. ആരാണ്? ഇതിനെ പിടിക്കുന്ന എങ്ങനെയെന്നറിയാമോ? വളരെ രസകരമാണ്. ഹിമക്കരടികൾ ഇതിനെ പിടിക്കുന്ന വളരെ രസകരമാണ്. വാള് ഈ മഞ്ഞിൽ ഇങ്ങനെ വയ്ക്കും, നേരെ വയ്ക്കും. എന്നിട്ട് ഈ വാളിൻ്റെ മുകളിൽ കുറച്ച് ബ്ലഡ് പുരട്ടിയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സ്മെല്ല് ചെയ്ത് വന്നിട്ട് നോക്കുമ്പോൾ ബ്ലഡ്. ഈ വാളിൽ കരടി നാക്ക് വെച്ച് പതുക്കെ ആദ്യം ഒന്ന് നക്കുമ്പോൾ ചെറിയൊരു വേദന പോലെ തോന്നും. പിന്നെ അടുത്ത സ്മെല്ല് ചെയ്യുമ്പോൾ എടാ ചൂട് ബ്ലഡ്, ഇതെവിടെ നിന്ന് ഇടുന്നത്? വീണ്ടും നക്കും. അങ്ങനെ ഇതേ വാളിൽ നക്കി അവസാനം ഈ കരടിയുടെ എല്ലാ ശക്തിയും ചോർന്ന്, രക്തം ചോർന്ന്, ശക്തി ചോർന്ന് ഓടാൻ പറ്റാതെ അവിടെ അങ്ങ് തളർന്ന് വീഴും. തുടക്കം വളരെ മനോഹരമായിരുന്നു. വയനാട് ലാൻഡ് സ്ലൈഡ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. ഈ ചിത്രം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതാണ് ഏറ്റവും ഇവിടെ നിന്നാണ് തുടങ്ങിയത്. തുടക്കം എങ്ങനെയുണ്ടെന്ന് മനസ്സിലായോ? ഒരു ചെറിയൊരു ഒന്ന് രണ്ട് കല്ലുകൾ ഒഴുകി പോകുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇത് താഴോട്ട് വന്നപ്പോൾ അതിൻ്റെ ഭയാനകത കൂടി. ആ ദേശം മുഴുവൻ വെള്ളത്തിലായി. തുടങ്ങിയത് വളരെ ലൈറ്റായിട്ടാണ് തുടങ്ങിയത്. അത് കണ്ടാൽ ആരും ചിന്തിക്കത്തില്ല ഇത് കുറച്ച് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ആ നാടിനെ മുഴുവൻ കണ്ണീർ കയത്തിലാക്കുന്ന വലിയ ഫ്ലഡിലോട്ട് പോകുമെന്ന് ഒരൊറ്റ മനുഷ്യൻ ചിന്തിച്ചില്ല. തുടക്കം വളരെ ചെറുതായിരുന്നു. പാപത്തിൻ്റെ എല്ലാം തുടക്കം വളരെ ചെറുതും വളരെ രസകരവുമെന്ന് തോന്നിയേക്കാം. പക്ഷേ അത് നിത്യതയിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. മറ്റുള്ളതൊക്കെ എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്യാനായിട്ട് ദൈവം കൃപ തരും. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ സഹിക്കാനുള്ള കൃപയെ തരത്തുള്ളൂ. ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അവിടെ അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കോ. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായി. 11:27 വായിച്ചോ. 11:27. മതി. ദാവീദ് ചെയ്തത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നു. ദാവീദ് ചെയ്തത് ദാവീദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദാവീദ് ചെയ്തത് ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു.
ദൈവത്തിന് ഇഷ്ടമില്ലാതിരിക്കുകയും നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന എത്ര പാപങ്ങളുണ്ട് എന്ന് ഇന്ന് രാത്രി ലിസ്റ്റ് എടുക്കണം നിങ്ങൾ. ദൈവത്തിന് ഇഷ്ടമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏതൊക്കെയാണ് ലിസ്റ്റ് എടുക്കണം ദൈവസന്നിധിയിലിരുന്ന്. ഇന്ന് രാത്രിയല്ല, മനസ്സിൽ ഇപ്പം തന്നെ ലിസ്റ്റ് എടുത്തോളണം. ദൈവത്തിന് ഇഷ്ടമല്ല, അനിഷ്ടമായി. അപ്പം ഇവിടെ ഈ ദാവീദിൻ്റെ വിഷയത്തിൽ ദാവീദ് എന്നാണോ എപ്പോഴാണോ ഈ പാപത്തിലോട്ട് പോയത്, ദാവീദ് മനസ്സിൽ പോലും വിചാരിച്ചില്ല അവസാനം ഇത് ദാവീദിൻ്റെ ഭാര്യയാകുന്നു. ഈ പാപം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, പാപം തുടങ്ങുമ്പോൾ ഇത് അവസാനം എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. പാപം മറച്ചു വയ്ക്കുന്നത് പോലെ ഇത്രയും വലിയ മൂഢത്തരം വേറെ ഇല്ല. എന്താ കാരണം എന്നറിയാമോ? ഈ പാപം മറച്ചു വയ്ക്കുന്നത് ആര് കാണാതിരിക്കാനാണ്? ആരൊക്കെ കാണാൻ പാടില്ല? അച്ഛൻ കാണരുത്, അമ്മ കാണരുത്, പിന്നെ നാട്ടുകാരും കാണരുത്. നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ പറയാറുണ്ട്, ദൈവമേ നീ അങ്ങെല്ലാം നല്ലവണ്ണം കാണുന്നല്ലോ എന്ന് പറയാറുണ്ടോ? കർത്താവേ ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്യാൻ പോകണം, നീ എല്ലാം വിശദമായിട്ട് കാണുന്നുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? നമ്മുടെ തലച്ചോറ് നമ്മോട് തന്നെ പറയും, എന്തെന്നറിയാമോ? ദൈവം ഇത് കാണുന്നില്ല. എടാ, ഇതുപോലെ മണ്ടത്തരം വേറെ ഇല്ല. ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയാമോ? താൻ ചെയ്യുന്ന തെറ്റ് ദൈവം കാണുന്നില്ല എന്ന് സ്വയമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പം അതുകൊണ്ട് വായിച്ചോ യെശയ്യാവിൻ്റെ പ്രവചനം 29:15. യെശയ്യാവിൻ്റെ പ്രവചനം 29:15. ഐശയ്യ 29:15. മറ്റൊരാൾ സദൃശ്യവാക്യങ്ങൾ 5:21. ആ ആ ആ ആ അയ്യോ കഷ്ടം. ബൈബിളിൽ അയ്യോ കഷ്ടം എന്ന് പറയുന്നിടത്തെല്ലാം പാക്കേജായിട്ട് വരുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. എന്തെന്നറിയാമോ? എവിടെയൊക്കെ കോരസീനെ നിനക്ക് ഹാ കഷ്ടം എന്നൊക്കെ പറയുന്ന യെരൂശലേമേ നിനക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറയുന്നിടത്തെല്ലാം പാക്കേജായിട്ട് ശിക്ഷയും കൂടെ കിട്ടിയിട്ടുണ്ട്. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ വിചാരിച്ചോളണം, ഇറ്റ്സ് എ കേഴ്സിംഗ് വേർഡ്. ദൈവം ശിക്ഷിക്കും, 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 ഉറപ്പാണ്. സദൃശ്യവാക്യങ്ങൾ 5:21. മനുഷ്യന്റെ ദൃഷ്ടി യഹോവയുടെ മുൻപിൽ ഇരിക്കുന്നു. എബ്രായർ 4:13. മതി. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രിയ മക്കളെ, ജീവിതത്തിൽ ഇന്ന് വരെയും ദൈവം അറിയുന്നില്ല എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, ദൈവം എല്ലാം അറിയുന്നുണ്ട്. 8ാമത്തെ രഹസ്യത്തിലോട്ട് ഞാൻ പോവുകയാണ്. 8ാമത്തെ രഹസ്യം, ഏതൊരു പാപത്തിൻ്റെയും സുഖം വേഗം തീരും. അടുത്ത അതിൻ്റെ വേദന എത്ര നാൾ നിൽക്കും? ദീർഘനാൾ നിൽക്കും. ഈ പുള്ളിക്കാരി വന്നു, അതും ദാവീദും ഈ ബത്ശേബയും തമ്മിൽ തെറ്റ് ചെയ്തു. 1-2 മണിക്കൂർ ചിലപ്പം അവർ വളരെ സന്തോഷിച്ച് സകലവും മറഞ്ഞ് എൻജോയ് ചെയ്തു. പുള്ളിക്കാരി തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആ എൻജോയ്മെൻ്റ് അവിടെ തീരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നിങ്ങളിന്ന് രാവിലെ ഇന്നലത്തെ ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു? മെനഞ്ഞാന്നായിരുന്നല്ലേ? മെനഞ്ഞാന്നത്തെ ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. ആ എൻജോയ്മെൻറ്റ് എത്ര സമയം വരെ ഉണ്ടായിരുന്നു? തിന്നുന്നവരേ ഉള്ളൂ. തിന്നതിന് ശേഷം ഇനിയും കിട്ടുമോ എന്ന് വീണ്ടും നോക്കി. അപ്പോൾ ജോണങ്കിൾ പോകാൻ പറഞ്ഞു. ജോണങ്കിൾ കയ്യടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇനി കിട്ടത്തില്ല എന്ന്. ഇന്നലെ നമുക്ക് എന്തായിരുന്നു? മീൻ. പൊരിച്ച മീൻ കണ്ടപ്പോഴേ, അത് പാത്രത്തിലിരിക്കുന്ന കണ്ടപ്പോഴേ നമുക്ക് ആർത്തിയായിരുന്നു. പക്ഷേ കിട്ടിയത് എത്രയാണ്? 1 മാത്രം. അത് തീർന്നതിന് ശേഷം വീണ്ടും നോക്കി, പ്രതീക്ഷിച്ചു, ഒന്നും കിട്ടിയില്ല. അത് തിന്നപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. തീർന്നതോടെ സകല എൻജോയ്മെൻറ്റും തീർന്നു. പിന്നെ അവനവൻ തന്നെ മുള്ളൊക്കെ കൊണ്ട് കളയേണ്ടി വന്നു. മനസ്സിലായോ കാര്യം? ഏത് പാവവും എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ.
ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രസന്റ് ലൈഫിനെ കുറിച്ചാണ്. ഇപ്പോൾ എൻജോയ്മെന്റ് ചെയ്യുന്നല്ലോ, നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഇല്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്നു, എന്തിനാ പഠിക്കുന്നത്? നാളത്തേക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് എന്തിനാണ്? എൻ്റെ ഭാവി. അപ്പോൾ നമ്മളെല്ലാവരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടവരാണ്. ജസ്റ്റ് ഡു ഇറ്റ്, ഇപ്പോഴുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള തെറ്റായ ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരരുത്. അത്തരം ഫിലോസഫികളെ നമ്മുടെ മനസ്സിൽ വരരുത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. സ്വർഗത്തിൽ ഞാൻ എത്തേണ്ടവനാണ്, ദൈവസന്നിധിയിൽ എത്തേണ്ടവനാണ്. ഞാൻ ചിലവഴിക്കുന്ന സമയം, എൻ്റെ താലന്ത്, കഴിവ്, എൻ്റെ ഇടപാടുകൾ, ഇതിനെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന ബോധ്യത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതൻ തോട്ടത്തിലെ പഴം നല്ലവണ്ണം തിന്നു. ആ സുഖം എത്ര സമയം ഉണ്ടായിരുന്നു? പുള്ളിക്കാരി തിന്നു ഭയങ്കര സുഖമായിരുന്നു. അച്ചായനും വന്നു. അച്ചായനും നോക്കിയപ്പോൾ ഇവൾ ഇത്രയും നല്ല രീതിയിൽ തിന്നുന്നുണ്ട്, എനിക്കും താന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തിന്നു. ഭർത്താവ് ഇതെടുത്ത് ഒരു കടി കഴിച്ചതും അവസാനത്തെ കടിയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഉണ്ടാ രണ്ടുപേരും അയ്യേ. ഈ അയ്യേ എത്ര വർഷം ഉണ്ടായിരുന്നു? നമ്മൾ ചിന്തിക്കുന്ന ദൈവം ആരാടെയൊക്കെ കൊടുത്ത് ഉടനെ ഇവർക്ക് അയ്യൊക്കെ തീർന്നെന്ന്. ഇല്ല, ഇവരുടെ ജീവിത അവസാനം വരെ ഇവർ ഓർത്ത് കാണും. ഞാനും എൻ്റെ ഭാര്യയും കാരണം ഞങ്ങളുടെ തലമുറകളെല്ലാം ശപിക്കപ്പെട്ടവരായി തീർന്നല്ലോ എന്നിവർ അവസാനം വരെ ഓർത്ത് കാണും. ഈ സെക്ഷുവൽ സിൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത മക്കളെ വളരെ സൂക്ഷിച്ചോണം. അത് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും കർശനമായിട്ട് പൗലോസ് വീണ്ടും എടുത്തു പറയണം. ഇത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന പാപമാണ്, പുറത്തുള്ള പാപം പോലെയല്ല. ഇത് ഉടനെ ഒന്നും തീരുകയില്ല. ഇതിൻ്റെ പെയിന് അനന്തത വരെ, എന്ന് പറഞ്ഞാൽ നിത്യത വരെ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. ഇവിടെ കഴിഞ്ഞാൽ തീരുമെന്നാണോ വിചാരിക്കുന്നത്? അല്ല. സ്വർഗത്തിൽ പോകുമ്പോൾ നാം നഷ്ടപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ പല സാധ്യതകളേക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെയും നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ദാവീദ് 2-3 മണിക്കൂർ സന്തോഷിച്ചു. പക്ഷേ ഇന്ന് അങ്കമാലിയിലിരുന്ന് ഈ ക്ലാസ് നമ്മൾ ഇങ്ങനെ കേൾക്കാനുള്ള കാരണം ദാവീദ് അന്ന് 2 മണിക്കൂർ സന്തോഷിച്ചെങ്കിലും തൻ്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 11:24 വായിക്കുന്നത്, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെയുള്ള അപ്പൊ പാപം താൽക്കാലികമായി സന്തോഷം തരികയേ ഉള്ളൂ എന്നാണ് അവിടെ കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 20:5 എഴുതി വെച്ചിരിക്കുന്ന വഷളന്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഈ ബൈക്കും ഒറ്റ വീല് ബൈക്കും പൊക്കി പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഫ്രണ്ടിലത്തെ വീല് പൊക്കി ഇങ്ങനെ ബൈക്കിൽ ചില പിള്ളേർ പോകുമ്പോൾ അതൊരു കാണേണ്ട ഒരു സന്തോഷമാണ്. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും ആംബുലൻസ് വരുന്നു, ഇവനെ പൊക്കിയെടുക്കുന്നു, നേരെ മെഡിക്കൽ കോളേജ് 18-ാമത്തെ വാർഡ്. കൈ 2 പൊങ്ങിയിരിക്കുന്നു, കാലും 2 പൊങ്ങിയിരിക്കുന്നു. അത് ജീവിതാവസാനം വരെ അവൻ ദുഃഖിക്കേണ്ടി വരും. 18-ാമത്തെ വാർഡ് അറിയാമല്ലോ. അതാണ് ഈ എൻജോയ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ക്രൈസായിരിക്കും. ചില പാപങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ആവേശമാണ്, ഭയങ്കര ത്രിൽഡായിട്ട് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് തീരും. തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നവർ സൂക്ഷിച്ചോളണം. ഇന്ന് നിങ്ങളിൽ നിന്ന് ദുഃഖിക്കുന്നതിൻ്റെ കാരണം ഒന്ന് ഓർത്തോണം. അന്ന് ആ സന്തോഷത്തിൻ്റെ തീവ്രത സമയം എത്രയുണ്ടായിരുന്നു, ഇന്ന് അതിൻ്റെ ദുഃഖം. ഇന്നും ഈ ക്യാമ്പിൽ നിങ്ങൾ മനസ്സിൽ വെച്ച് സഹിക്കുന്നവരാണെങ്കിൽ ഓർത്തോണം അതെത്ര പെയിൻഫുൾ ആണെന്നുള്ളത്. ഞാൻ അതിൻ്റെ അടുത്ത ഇതിലോട്ട് ഞാൻ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ശമൂവേലിന്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സ്ത്രീ ആളെ അയച്ച് രഹസ്യം പരസ്യമാകാൻ തുടങ്ങി. ബി വെരി വെരി കെയർഫുൾ. ആളയച്ചു. അപ്പം 3-ാമതൊരാളറിഞ്ഞു. ഇയാളാണ് പോയി പറയുന്നത്, അതെ അന്ന് ഒരു സംഭവം നടന്നില്ലേ, പുള്ളിക്കാരി ഗർഭിണിയാണ്. അപ്പോൾ ഈ 3-ാമതൊരാളറിഞ്ഞു. ഇനി അവിടെയും തീരുന്നില്ല. ദാവീദ് അപ്പോഴെന്തോ ചെയ്തെന്നറിയാമോ? ഇവിടെ ശ്രദ്ധിച്ചോണം. ദാവീദ് ഉടനെ ചെയ്തത് ദാവീദിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദാവീദിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ഇതിനെ മറയ്ക്കാം. നമ്മുടെയൊക്കെ ബ്രെയിൻ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ ബ്രെയിൻ അതേസമയം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ദൈവം എന്തായിരിക്കും ചിന്തിക്കുന്നത്? എങ്ങനെ ഇതിനെ വെളിപ്പെടുത്താം. ദൈവം എങ്ങനെ വെളിപ്പെടുത്താമെന്ന് ശ്രമിക്കുന്നു, മനുഷ്യരായ നമ്മൾ ഇതിനെങ്ങനെ മറയ്ക്കാമെന്ന് ശ്രമിക്കുന്നു. മനുഷ്യൻ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും ഈ ഓവർ സ്മാർട്ട് ആകരുത്. ദൈവത്തെക്കാൾ സ്മാർട്ട് ആകാൻ പറ്റത്തില്ല നമുക്ക്.
നമ്മൾ സ്മാർട്ടാകാൻ ശ്രമിക്കുകയാണ്. മറയ്ക്കാനുള്ള ചിന്തകൾ ഇങ്ങനെ ദൈവം തന്ന കഴിവും ദൈവം തന്ന താലന്തും ഉപയോഗിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമമാണ് ദാവീദ് ഇവിടെ നടത്തുന്നത്. ദാവീദ് എന്തോ ചെയ്തത്? ദാവീദ് അടുത്ത് ചെയ്ത കാര്യങ്ങൾ, താൻ ചെയ്ത തെറ്റും മറ്റുള്ളവർ അറിയുമോ എന്ന് ചിന്തിച്ചപ്പോൾ അതെങ്ങനെ മറയ്ക്കണമെന്നായിരുന്നു. ദൈവത്തിന്റെ പ്രമാണം, മനുഷ്യന്റെ ആഗ്രഹം, ഇത് തമ്മിലായിരുന്നു യുദ്ധം. അടുത്ത് ദൈവത്തിന് ഇത് പുറത്തു കൊണ്ടുവരണം, ദാവീദിന് ഇത് മറച്ചു വയ്ക്കണം. ദാവീദ് ഉപയോഗിച്ച ബുദ്ധി, അയ്യോ അത് വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂർമ്മ ബുദ്ധി ഉണ്ടോ എന്ന് ചിലപ്പോൾ സംശയിച്ചു പോകും. അവിടെ ദൈവിക പ്രമാണത്തിന്റെ, ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മൾ ലംഘിക്കുന്നു. ലംഘിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ദൈവാത്മാവ് നമ്മോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കാൻ പാടില്ല, കാരണം നീ ചെയ്ത ഇതാണ്. പക്ഷേ ആളുകൾ കണ്ടാലോ, ഞാൻ ഒരാഴ്ച കർത്തൃമേശയിൽ പങ്കെടുക്കാതിരുന്നാൽ ആരെങ്കിലും എന്നോട് ചോദിക്കും. അപ്പം നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ ജിവിയങ്ങൾ പറഞ്ഞതുപോലെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചിന്ത, ഒരു ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു സങ്കീർത്തനം, എന്നെ ചിന്തിപ്പിച്ച ഒരു സങ്കീർത്തനം, ഒറ്റ സങ്കീർത്തനം വായിച്ചിട്ട് അങ്ങ് ഇരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പാപത്തിൽ, വലിയ പാപത്തിലോട്ട് പോകുകയാണ്. കാരണം നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണം സ്വന്തം ബുദ്ധിയും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിന് ദാവീദ് എന്തോ ചെയ്തെന്നറിയാമോ? ദാവീദ് ചെയ്തത്, ഊരിയാവിനെ വരുത്തി, ലീവൊക്കെ കൊടുത്ത് വരുത്തി, ഭയങ്കര പ്ലാനിങ്, പദ്ധതി. ഈ പാപം മറയ്ക്കാനേ അനേകം മണിക്കൂറുകൾ പ്ലാൻ ചെയ്ത്, നമ്മൾ അങ്ങനെയാണല്ലോ, പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കും. ഇങ്ങനെ പോയാൽ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ഇങ്ങനെ പോയാൽ അങ്ങനെയാണ്. അപ്പോൾ പപ്പ അറിഞ്ഞാൽ എന്താണ് ഉത്തരം പറയേണ്ടത്, മമ്മിയാണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ഉത്തരം പറയണം, പിന്നെ റൂമിൽ വന്ന് കൊട്ടിയാൽ എങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം എവ്രിതിങ് വി പ്ലാൻ. ഇദ്ദേഹം വരുത്തി, പിന്നെ സമ്മാനമൊക്കെ കൊടുത്തു, പക്ഷെ അതിൽ നടക്കുന്നില്ല. പിന്നെ സ്നേഹത്തിൽ അഭിനയിച്ച് ഒന്ന് തിരിച്ച് പറഞ്ഞയക്കാനൊക്കെ ശ്രമിച്ചു, നിർബന്ധിച്ചു, വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഭക്ഷണം കൊടുത്ത് മാക്സിമം ലഹരി പിടിപ്പിച്ചു. ഇതിലൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ അവസാനം എന്ത് ചെയ്യണം? കൊല്ലണം. ദാവീദ് ബത്ശേബയുമായിട്ട് പാപം ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലേണ്ടി വരും എന്ന് ചിന്തിച്ചോ? ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചപ്പോൾ ഹൃദയത്തിന് വേദനയുണ്ടായ അതേ മനുഷ്യൻ ഇവിടെ ഇതാ ഒരു മനുഷ്യനെ കത്തും കൊടുത്ത് കൊല്ലാനേൽപ്പിക്കുന്ന പാപത്തിൻ്റെ അതീവ്രതയാണ് കാണുന്നത്. ഇനി അടുത്ത്, ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും പാപം മറയ്ക്കാൻ കൂടുതൽ സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് നാം വിജയിക്കാൻ ശ്രമിക്കാറുണ്ട്. മക്കളെ, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. അടുത്ത ഇതിലോട്ട് ഞാൻ പോവുകയാണ്. അതിൻ്റെ 9ാമത്തെ രഹസ്യം. 9ാമത്തെ രഹസ്യം, പാപത്തിൻ്റെ വേദന ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. പാപത്തിൻ്റെ വേദന ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. പാപം ചെയ്യാൻ വന്നപ്പോൾ ദാവീദ് ഉണ്ടായിരുന്നു, പിന്നെ കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വെളിയിലെ ആളുകളൊക്കെ കാവൽ നിന്ന് ഒരു കുഴപ്പമില്ല, സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി തിരിച്ചൊറ്റയ്ക്കാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഈ ചിന്താഭാരം, അതുപോലെ തന്നെ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളത് നമ്മളൊക്കെ പലവട്ടം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അയ്യോ ഞാനിങ്ങനെ പെട്ടുപോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രിയ മക്കളെ, ഏത് പാപവും അവസാനം അത് ഒറ്റയ്ക്ക് നമ്മൾ സഹിക്കേണ്ടി വരും. ദാവീദ് ചെയ്ത പാപത്തിന്റെ പരിണിതി പോലെ ഒറ്റയ്ക്ക് അനുഭവിച്ചു. പക്ഷേ ഈ സ്ത്രീ, അവൾ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം ഒറ്റയ്ക്ക് സ്വയമായി അനുഭവിക്കേണ്ടി വന്നു. ഞാൻ അവിടെ നിന്ന് അടുത്ത കാര്യത്തിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 32:3 വായിച്ചോ. സങ്കീർത്തനങ്ങൾ 32:3-4. സങ്കീർത്തനങ്ങൾ 32:3-4. നിങ്ങൾ വായിച്ചോ ആ ഭാഗം. അതായത് ഈ പാപം കാരണം ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ഇത് പുറത്ത് പറഞ്ഞ് വിവരിക്കാൻ പറ്റത്തില്ല. അതുപോലെ
അസ്ഥികളെല്ലാം ഒടിയുന്നത് പോലെ ഉറങ്ങാൻ പറ്റുമോ? ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒന്നും മറക്കാൻ പറ്റുമോ? അബദ്ധത്തിൽ പോയി ചാടിയല്ലോ, നമ്മളെ തന്നെ അങ്ങ് ചിലപ്പോൾ ശപിച്ചു കളയും. അത്ര പെയിൻഫുള്ളാണ് രഹസ്യപാപം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സങ്കീർത്തനങ്ങൾ 51:8 കഴിഞ്ഞ ഇന്ന് രാവിലെ നമ്മളത് വിശദീകരിച്ചതാണ്. സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഈ അസ്ഥി ഒടിയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ടിട്ടുണ്ടായിരിക്കും. രഹസ്യപാപങ്ങളിൽ പോയി വീണിട്ട് എങ്ങനെ ഇതിന്ന് രക്ഷ നേടും എന്നുള്ള ആ ഒരു ഇത്. എൻ്റെ 10ാമത്തെ രഹസ്യത്തിലോട്ട് പോവുകയാണ്. 10ാമത്തെ കാര്യം എന്നുള്ളത്, രഹസ്യപാപങ്ങളെല്ലാം ഇനി ഒന്ന് പൂരിപ്പിച്ച് 9 നിങ്ങൾ കേട്ട സ്ഥിതിക്ക്, രഹസ്യപാപങ്ങളെല്ലാം എക്സലന്റ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. രഹസ്യപാപങ്ങളെല്ലാം ഒരു ദിവസം ഈ കർട്ടനൊക്കെ ദൈവം അങ്ങ് മാറ്റും, എല്ലാം വെളിപ്പെട്ടു വരും. ഒരു രഹസ്യപാപം ഒരിക്കലും രഹസ്യമായിരിക്കത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീ ഗർഭം ധരിച്ചു, അപ്പൊ ഈ പാപം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ പുറത്തു വന്നു. ഈ ബൈബിളിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ച പല പാപങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അതങ്ങ് നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറഞ്ഞു പോവുകയാണ്. ഈ പാപങ്ങളെ ദൈവം ആദ്യം വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തും. അപ്പൊ നമ്മൾ മൈൻഡ് വെക്കത്തില്ല. അപ്പൊ അടുത്തെന്ത് ചെയ്യും? അങ്ങനെ വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ദൈവമേ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കും. വ്യക്തിപരമായി വെളിപ്പെടുത്തിയിട്ടും നമ്മൾ അനങ്ങിയില്ലെങ്കിൽ അടുത്ത് ചെയ്യുന്നത് മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ സംഭവം പുറത്തു വരും എന്ന് ഓർത്തോണം. ദൈവാത്മാവ് ഈ ക്ലാസ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയിട്ടും മിണ്ടാതിരുന്നാൽ ഒരു ദിവസം പപ്പയറിയും, മമ്മയറിയും, സഭയറിയും, നാട്ടുകാരറിയും, ലോകം മുഴുവൻ അറിയും. സംഖ്യാപുസ്തകം 32:23 വായിക്കാം. സംഖ്യ 32:23. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ എന്നുള്ള സ്ഥാനത്ത് സ്വന്തം പേര് ചേർത്തൊന്ന് വായിച്ചാലോ? നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. അവിടെ സ്വന്തം പേര് ചേർത്തൊന്ന് വായിച്ചാലോ? നമ്മളുടെ എല്ലാവരുടെയും പാപഫലം മക്കളെ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. സഭാപ്രസംഗി 12:14. സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ വരുത്തും. തിമോത്തിയോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 24. 1 തിമോത്തിയോസ് 5:24. വെളിവായിരിക്കുന്നു. മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പണ്ട് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തല്ലോ, ഇപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു, ഇതുവരെ ഒറ്റ മനുഷ്യനെ അറിഞ്ഞില്ല, ഇനി ആരും അറിയാനൊന്നും പോകുന്നില്ല എന്നല്ലേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ, ചിലരുടെ പാപങ്ങൾ ഉടനെ ഒന്നും വെളിപ്പെടുത്തത്തില്ല. ഈ ആദം ഹവ്വയുടെ പാപം എപ്പോഴാണ് വെളിപ്പെട്ടത്? ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ടു. ഇനി അടുത്ത് യോനയുടെ പാപം എപ്പോഴാണ് വെളിപ്പെടുത്തത്? ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് യോനയെ പിടിച്ചത്. അനന്യ സഫീറ നമ്മളിന്ന് കേട്ടു. അനന്യ സഫീറയുടെ പാപം ഒരു 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെയും പിടിച്ചു. ചിലരത് മിനിറ്റുകൾ കൊണ്ട് പിടിക്കും, ചിലരത് മണിക്കൂറുകൾ കൊണ്ട് പിടിക്കും, ചിലരത് ദിവസങ്ങൾ കൊണ്ട് പിടിക്കും. ഇനി ദാവീദിൻ്റെതോ മാസം. ഇനി വർഷങ്ങൾക്കകം പിടിച്ചത് പറയാമോ? കൂടെ നടന്ന് 3.5 വർഷം. അവസാനം പൊക്കി യൂദ. അപ്പോൾ നമ്മുടേത് എന്നെങ്കിലും ഒരു നാൾ ഒന്ന് പൂരിപ്പിച്ചോ, പൊക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരു മനസമാധാനത്തിന് 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തി നേടേണ്ടത്? ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെ ഈ രഹസ്യഭാവങ്ങളിൽ നിന്ന് മുക്തി നേടാം? ഒന്നാമത്തെ കാര്യം, ഏതൊരു വിശ്വാസിയുടെയും കളി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ
അടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. 11-ാമത്തെ അധ്യായം മുഴുവൻ ദാവീദ് അങ്ങനെ ചെയ്തു, ദാവീദ് ഇങ്ങനെ ചെയ്തു. ഓക്കെ, ദാവീദിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം വണ്ടിയിൽ പെട്രോളൊക്കെ തീർന്നു കൊണ്ട് ഗ്യാരേജിൽ ഇറക്കിയപ്പോൾ അടുത്ത് ദൈവം രംഗത്തിറങ്ങി. 12:1 അനന്തരം യഹോവ, എന്നാൽ യഹോവ ദൈവം ആക്ഷൻ എടുക്കാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിന്റെ സകല സമസ്ത മേഖലകളെയും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകയും ദൈവം ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരായിരിക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം, ദൈവത്തോട് കണക്ക് പറയണം. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ നമ്മൾ ഇന്ന് ശരിയായാൽ രക്ഷപ്പെട്ടു. ഇവിടെ അനന്തരം യഹോവ, എന്തുകൊണ്ടാണ് ദൈവം ഈ നാഥാൻ പ്രവാചകൻ അയച്ചെന്നറിയാമോ? ദൈവത്തിന് ദാവീദിന് അത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു. ദാവീദിന്റെ അടുക്കൽ വന്ന് ഈ കഥ പറഞ്ഞ് ദാവീദിനെ മനസ്സിലാക്കിപ്പിച്ച് ദാവീദിനെ കൺവിൻസ് ചെയ്യാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഒന്ന് നോക്കിയേ. ഒരു വിഷയം ഏറ്റവും ലളിതമായി ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബെസ്റ്റ് മാർഗം എന്താണ്? കഥയാണ്. ഒരു രാജാവിനോട് എനിക്ക് മനസ്സിലായില്ല ദൈവമേ എന്ന് പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയുമായിട്ട് നാഥാൻ പ്രവാചകൻ അയച്ചു. ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് നിറയെ ആടുകൾ ഉണ്ടായിരുന്നു. മറ്റേ സുഹൃത്തിന് ഒറ്റ ആടെ തൊട്ടടുത്ത വീട്ടിലെ ആൾക്ക് ഒറ്റ ആടെ ഉണ്ടായിരുന്നുള്ളൂ. സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം എന്തെന്നറിയാമോ? ഒറ്റ ആടുള്ള മനുഷ്യന്റെ ആടിനെടുത്ത് പിടിച്ച് കറി വെച്ച് തിന്നാൻ കൊടുത്തു. കഥ ആരുടെ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ചൂടായി. ഈ കഥ വായിച്ചാൽ വളരെ രസകരമാണ്. കാരണം ആ കഥയുടെ ഇതിലോട്ട് ഞാൻ വരുന്നുണ്ട്. ഈ ദൈവം സ്നേഹിക്കുന്നതിലാണ് പാപങ്ങൾ വെളിപ്പെടുന്നത്, ദൈവം സ്നേഹിക്കുന്നതിലാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ പാപം വെളിപ്പെടുമ്പോൾ ആലോചിച്ചോണം, ദൈവമേ അങ്ങനെ സ്നേഹിക്കുന്നതിനാൽ നന്ദി. ദൈവം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വന്നത്. വയറ്റിൽ ഭയങ്കര വേദനയുണ്ടായി, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറയുകയാണ് ഇത് ക്യാൻസറിന് സാധ്യതയുള്ള മുഴയാണ്, കണ്ടുപിടിച്ചു. ദൈവത്തിന് നമ്മുടെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ ആ മുഴ കണ്ടുപിടിപ്പിച്ച് തന്നത്? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ട് നമ്മുടെ ക്യാൻസറിനേക്കാൾ ഭീകരമായ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് കാണിച്ച് തരികയാണ് ഈ ദിവസങ്ങളിലെ ക്യാമ്പിലെ ക്ലാസ്സുകളിൽ. അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയണം. കർത്താവേ, ഇതിപ്പോ കാണിച്ചു തന്നല്ലോ, ഞാൻ രക്ഷപ്പെടാം, എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നമ്മോട് അത്രയും സ്നേഹമുണ്ട്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. ചിലപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നൊക്കെ തോന്നും. ഇത്രയും ചിന്തിച്ചാൽ ദൈവമേ എന്നെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെ അങ്ങയുടെ ദാസനെ അയച്ചല്ലോ, ഇതെന്നോടാണല്ലോ അങ്ങ് സംസാരിച്ചത്, എനിക്കത് മനസ്സിലാകുന്നു എന്ന് പറയാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 81 കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്, ഇന്ന് രാവിലെ വായിച്ചതാണ്. എന്നെ നന്നായി കഴുകി. ഈ തുണി കഴുകുന്നത് ഇപ്പോഴൊക്കെ നമ്മളെങ്ങനെയാണ്? വാഷിംഗ് മെഷീനിലാണ്. ഈ പണ്ട് തുണി കഴുകുന്നത് എങ്ങനെയാണെന്നറിയാമോ? കല്ലിലെടുത്തിട്ട് അടിച്ചാണ് കഴുകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു തുണി അടിച്ച് കഴുകി, പക്ഷേ ഇതിൽ വീണ്ടും കറയിരിക്കുകയാണ്. അപ്പോൾ അമ്മമാരെന്തെന്നറിയാം, മമ്മിമാർ, പണ്ടത്തെ മമ്മിമാർ വീണ്ടും കല്ലിൽ കൊണ്ടുവന്നിട്ട് ഒരയ്ക്കും. അപ്പോഴീ തുണിക്ക് നാക്കൊണ്ടെന്ന് അങ്ങ് ചിന്തിച്ചോ, ഉടനെ തുണി പറയാണ് എന്നെ ഒരയ്ക്കൊന്നും ചെയ്യണ്ട എന്ന് പറയുമോ? ഈ തുണി നേരെ തിരിച്ചു പറയും, എന്നെ ഉരച്ചോ, എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ഉരച്ചോ, കുഴപ്പമില്ല, എടുത്തിട്ട് ഉരച്ച് പിന്നെ പിഴിഞ്ഞ് മുറുക്കി എടുത്ത് കുടഞ്ഞ് വെയിലത്തിടും, നല്ല ഇതായിരിക്കും. അപ്പോൾ ഈ തുണി എന്ന് പറയും, എന്നെ മാക്സിമം ഉരച്ചോ, എങ്ങനെയെങ്കിലും ഈ അഴുക്കൊന്ന് പോയാൽ മതി. ഇതായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം. ഈ ക്യാമ്പ് തീരുന്നതിന് മുൻപ് കർത്താവേ എന്നെ എടുത്തിട്ടങ്ങ് ഉടച്ചോ, എന്നെ അങ്ങ് ഉരച്ചേര്, എന്നെ അങ്ങ് പിഴിഞ്ഞേര്, എൻ്റെ ഹൃദയം വെള്ളം പോലെ തൂകിപ്പോകട്ടെ. എനിക്ക് ഹൃദയത്തിൽ വലിയ വേദന വരുന്ന രീതിയിൽ തന്നെ ദൈവമേ അവിടുത്തെ വചനം എന്നോട് സംസാരിച്ച് എന്നെ എങ്ങനെയെങ്കിലും കഴുകണം കർത്താവേ. ഈ ആഗ്രഹം ഉണ്ടായാലുണ്ടല്ലോ ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ടിടയാവും. ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കുക. 1, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുക. ദൈവമേ എനിക്ക് ശരിയാകണം. 2, ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന് അനിഷ്ടമായി. കാരണം ഈ ദാവീദ് കോപിച്ചത് 4 വാക്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കഥയിൽ. 4 വാക്യമുള്ള കഥ കേട്ടപ്പോൾ ദാവീദിന് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ
കഴിഞ്ഞ 1 വർഷമായിട്ട് ദാവീദ് ചെയ്ത പ്രവൃത്തി ദൈവം കാണുമ്പോൾ ദൈവത്തിൻ്റെ മാനസികസ്ഥിതി എന്തായിരിക്കും? മക്കളെ, നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, അത് നമുക്ക് എൻജോയ്മെന്റ് ഉണ്ടാക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ദൈവത്തിന് ഭയങ്കര ദേഷ്യവും ദുഃഖവുമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന് അനിഷ്ടമായെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ ദുഷ്ടത കണ്ടിട്ട് നമ്മുടെയൊക്കെ ഹൃദയം ദൈവം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ദൈവത്തിന് സന്തോഷമാണോ ദുഃഖമാണോ? ദൈവത്തിന് കോപമിളകുന്ന രീതിയിലാണോ നമ്മുടെ ജീവിതം? ഒന്ന് പരിശോധിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒടുവിൽ അവസാനം അദ്ദേഹം പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. ഒരു ആത്മീകനാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്തെന്നറിയാം? ഹി നെവർ സേസ് എനി എക്സ്ക്യൂസസ്. ഞാൻ വിളിച്ച ഉടനെ അവൾ വന്ന എന്തിനാ? ഒന്നുമില്ലെങ്കിലും ഒരു ഭാര്യയല്ലേ, ഇങ്ങനെ വരാൻ പാടല്ലോ എന്നൊന്നും പുള്ളിക്കാരൻ പറയാൻ നിന്നില്ല. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ടൊന്നും പറയരുത്. ദൈവമേ, ഞാൻ യഹോവയോട് പാപം ചെയ്തു, എന്നോട് അവിടുന്ന് ക്ഷമിക്കണം. അത്രയും പറഞ്ഞാൽ ഞാൻ പാപം ചെയ്തു പോയി കർത്താവേ, എന്നോട് അവിടുന്ന് ക്ഷമിക്കണം. എൻ്റെ ഈ പ്രായത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. വിവാഹിതർ മാത്രം അറിയേണ്ട കാര്യങ്ങളിൽ, ചെയ്യേണ്ട കാര്യങ്ങളിൽ, ഇടപെടേണ്ട വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടു പോയി, എന്നോട് ക്ഷമിക്കണം. മോശമായ ചിന്തകളും മോശമായ പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ വന്നുപോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ദാവീദിനോട് ദൈവം ക്ഷമിച്ചോ? ക്ഷമിച്ചു. ദാവീദ് വ്യഭിചാരം മാത്രമല്ല ചെയ്തത്, അതിൻ്റെ കൂടെ കൊലപാതകവും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പല രീതിയിൽ പ്ലാനിങ് നടത്തി. ഇതെല്ലാം ദാവീദ് ചെയ്തെങ്കിലും ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. ദൈവം ദാവീദിനോട് ക്ഷമിച്ചപ്പോൾ ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മക്കളെ, നിങ്ങൾക്ക് ആശ്വാസത്തിനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര വേദനയും കുത്തുമൊക്കെ തോന്നുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇതെല്ലാം തോന്നുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവസന്നിധിയിലൊന്ന് മുട്ടുകുത്താൻ ശ്രമിച്ചാൽ, ദൈവസന്നിധിയിലൊന്ന് കണ്ണുകൾ നിറഞ്ഞ് കരയാൻ ശ്രമിച്ചാൽ, കർത്താവേ ഞാനിത് വിട്ടുപോകാൻ തയ്യാറാണ്, ഞാനിത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യനായിട്ട് ദാവീദിനെ കണ്ടെങ്കിൽ നമ്മളെയും കാണും ദൈവം. നമ്മളാരും ആരെയും കൊന്നിട്ടില്ല, ദാവീദ് ചെയ്തതുപോലെ വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാവീദിനേക്കാളും വലിയ ഹോപ്പില്ലേ, വലിയ പ്രതീക്ഷയില്ലേ? എത്രയോ ആശ്വാസകരമായ ഒരു കാര്യമാണ് കർത്താവ് നമ്മോട് ഏത് സമയത്തും ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബത്ശേബ എന്ത് പറഞ്ഞു എന്നൊന്നും അവിടെ ഇത് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് പാപവും ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതെന്നും ഓർത്തോണം. പുള്ളി പറഞ്ഞതാണ്, ദൈവമേ ഞാൻ അങ്ങയോട് തെറ്റ് ചെയ്തു, ഞാൻ രാജ്യത്തോട് തെറ്റ് ചെയ്തു, ബത്ശേബയോട് തെറ്റ് ചെയ്തു, അതൊന്നുമല്ല പറഞ്ഞത്, ഞാൻ അങ്ങയോട് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവസന്നിധിയിലൊന്ന് താഴാൻ നമ്മൾ തയ്യാറാണോ? കർത്താവേ, ഞാൻ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് തെറ്റ് പറ്റിപ്പോയെന്ന് പറയാൻ ഞാൻ സമ്മതനാണ്. പുത്രൻ്റെ രക്തം സകല പാപം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ പാപം വരും? നമ്മുടെ ജീവിതത്തിൻ്റെ സകല പാപം വരും. ഒരു ദൈവമകൻ എന്നുള്ള രീതിയിൽ, ദൈവമകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത അനേക തെറ്റുകളുണ്ട്. പക്ഷേ അതെല്ലാം ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാമോ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താമോ? ഇന്ന് രാവിലെ മുതൽ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രഹസ്യപാപങ്ങൾ തീവ്രതയേറിയതാണ്, എല്ലാ പാപങ്ങളും തീവ്രതയേറിയതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്താമോ? ആത്മാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തോട് പറയാമോ, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഇത് ഇത്രയും ഭീകരമാണെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനോട് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെല്ലാം എനിക്ക് കാണിച്ചു തരുന്നത്. ഹൃദയത്തിൽ വേദനയുണ്ട്, പക്ഷേ ഞാൻ സമ്മതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ട്, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം ഞാൻ അവിടുത്തെ സന്നിധിയിൽ വേദനയോടെ ഏറ്റുപറയാനായിട്ട്, ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. കർത്താവ് ഇത് വെളിപ്പെടുത്തി തരികയും
ഇത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതിൻ്റെ കാരണം ബിക്കോസ് ഹീ ലവ്സ് us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. താൻ സ്നേഹിക്കുന്ന മക്കളെ ദൈവം ശിക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിത് ശിക്ഷ പോലെ തോന്നുന്നത്, ഇത് പെയിൻഫുള്ളായിട്ട് തോന്നുന്നത്. പക്ഷേ ദൈവത്തിന് നമ്മൾ അത്ര ഇഷ്ടമാണ്. ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറെ ഉപയോഗിക്കപ്പെട്ട ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന വലിയ പരാജയം ഞങ്ങൾ പഠിക്കുകയായിരുന്നു. എന്നാൽ ആ പരാജയത്തിന് ശേഷവും ദൈവം എടുത്തുപയോഗിച്ച അങ്ങയുടെ ദാസനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സ്വഭാവത്തിന് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവനാണ് കർത്താവേ. ഇത്രയും പാപം ചെയ്ത മനുഷ്യനെ അനേകർക്ക് ആശ്വാസമായി തീരുന്ന സങ്കീർത്തനങ്ങൾ എഴുതുവാനെടുത്ത് ഉപയോഗിച്ചല്ലോ കർത്താവെ. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളൊക്കെ അവിടുത്തെ സന്നിധിയിൽ വേണ്ട രീതിയിൽ വിനയപ്പെടുകയും താഴുകയും സമർപ്പിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര കരുണയുടെ സാഗരമാണ് അങ്ങ് എന്നോർത്ത് അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളേറെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. നൽകപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കേട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.